Hi friends, welcome to SJTutorialsLive. പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വീഡിയോ ചെയ്യുന്നത്. നിലവിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും അതുപോലെ മാർക്കുകളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാണ് പുതുതായി ഇനി തുടങ്ങാൻ പോകുന്ന ഈ ഒരു 5th-ന്റെയും 6th-ന്റെയും എക്സാമിൽ വരുന്നത്. അതായത് നമുക്കറിയാം കൊറോണയുടെ ഈ ഒരു സാഹചര്യത്തിൽ പല കുട്ടികൾക്കും കറക്റ്റായിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി പഠിച്ചാൽ തന്നെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയ കുട്ടികളും വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റി മാർക്കിന്റെ പാറ്റേണിലും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ, ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. 2014 അതുപോലെ 2017 അഡ്മിഷൻ ഓൺവാർഡ്സ് ഉള്ള എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലുള്ള മാറ്റങ്ങളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ കാണുന്നത് ഫിഫ്ത്ത് സെമസ്റ്റർ ബികോമിന്റെ 2017 അഡ്മിഷനിലെ പാറ്റേൺ ആണ്. അതായത് ഇനി നടക്കാൻ പോകുന്ന 5th സെമ്മിന്റെ എക്സാമിന്റെ പാറ്റേൺ ഇങ്ങനെയായിരിക്കും. ഇനി വരുന്ന എക്സാമിന്റെ പാറ്റേൺ 5th സെമ്മിന്റെ. അതിന്റെ കാരണം ഈ കോവിഡ് തന്നെയാണ്. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ചേഞ്ചസ് ഡ്യൂറിങ് COVID-19. നിലവിലുള്ള ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഇപ്പൊ ഈ പറയാൻ പോകുന്നത് ബികോമിന്റെ ആണ്, 2017 അഡ്മിഷൻ ബികോമിന്റെ. അപ്പൊ നിലവിൽ അവരിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിങ് സെക്ഷൻ എയിൽ 10 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ ബിയിൽ 10 ക്വസ്റ്റ്യൻസ്, സിയിൽ 8 ക്വസ്റ്റ്യൻസ്, ഡിയിൽ 3 ക്വസ്റ്റ്യൻസ്. ഈ ഒരു പാറ്റേൺ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 ക്വസ്റ്റ്യനിൽ 10 അറ്റൻഡ് ചെയ്യണം, 1 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 10 മാർക്ക്. ഇപ്പൊ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ ഈ സെക്ഷൻ എയിൽ ഒരു മാറ്റം വന്നിട്ടുള്ളത് സെയിം തന്നെയാണ്. സെക്ഷൻ എ മാറ്റങ്ങളൊന്നുമില്ല. 10 ക്വസ്റ്റ്യൻ 10 ആൻസർ ചെയ്യണം, ഓരോന്നിനും ഓരോ മാർക്ക്, ടോട്ടൽ 10 മാർക്ക്. സെക്ഷൻ ബി ആണെങ്കിൽ നോക്കൂ, സെക്ഷൻ ബിയിൽ ഇതുപോലെ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 8 എഴുതണം, 2 മാർക്ക് കിട്ടും, ടോട്ടൽ 16 മാർക്ക്. 8 × 2 16 മാർക്ക്. പുതിയ സാഹചര്യത്തിൽ, കോവിഡിന്റെ സാഹചര്യത്തിൽ അതിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യനിൽ 5 അറ്റൻഡ് ചെയ്താൽ മതി. ഇവിടെ 8 അറ്റൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് 5 അറ്റൻഡ് ചെയ്യുക, 4 മാർക്ക്, ടോട്ടൽ 5 × 4 20 മാർക്ക്. ഓക്കെ. സെക്ഷൻ സി ആണെങ്കിൽ ആദ്യം 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അതിൽ 6 എഴുതിലായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് 8 4 എഴുതുന്ന രീതിയാണ്. അതിൽ ആദ്യത്തെ മാർക്ക് 4 ആയിരുന്നു, ഇതിലിപ്പോൾ മാർക്ക് കൂട്ടിയിട്ട് 8 ആയിട്ടുണ്ട്. അങ്ങനെ 8 × 4. ഇപ്പോൾ നടക്കാൻ പോകുന്ന 5th സെമ്മിന്റെ എക്സാമിന് 32 മാർക്കായിരിക്കും സെക്ഷൻ സിയിൽ. ഓക്കെ. ഇനി സെക്ഷൻ ഡി ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിയിൽ ഉണ്ടാവുക. അതിൽ 2 ഇതിൽ നിർബന്ധമായിരുന്നു. 1 15 മാർക്ക്, അങ്ങനെ 2 × 15 30 മാർക്ക്. പുതിയ വന്ന മാറ്റപ്രകാരം 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ ഏതെങ്കിലും 1 എഴുതിയാൽ മതി. 3 ക്വസ്റ്റ്യനിൽ 1 എഴുതിയാൽ മതി. ആ ഒറ്റ 1 എഴുതുന്നതിന് 18 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 20 10 32 18, അങ്ങനെ 80 മാർക്ക്. അപ്പൊ ഇതാണ്, ഈ ഒരു സെക്ഷനാണ് പുതിയ പാറ്റേൺ. ഓക്കെ. പുതിയ പാറ്റേൺ ബികോമിന്റെ ഈ ഒരു സെക്ഷനാണ്. ഇനി ബി ബി ആണെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ് ബി ബി എല്ലും വരുന്നത്. നോക്കൂ, 10 20 32 18, 10 20 32 18. അപ്പൊ ബി ബി എല്ലും ഇതേപോലെ തന്നെയാണ്. ഇനി ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. എല്ലാ സബ്ജക്റ്റും ഇതിൽ കാണിക്കുന്നുണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഓരോ സബ്ജക്റ്റ് ഉണ്ട്, എല്ലാം ഞാൻ എടുക്കുന്നില്ല. ഞാൻ താൽക്കാലികമായിട്ട് BCA ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി BCAയുടെ കേസ് നോക്കുക. BCA എങ്ങനെ വരുന്നത് എന്നുള്ളത്. BCAയിൽ നിലവിലുള്ളത് ഫസ്റ്റിലെ സെക്ഷൻ എയിൽ 10 തന്നെയാണ്. ഇവിടെയും പുതുതായിട്ട് വന്ന കോവിഡ് സാഹചര്യത്തിൽ വന്ന പാറ്റേൺ മാറ്റത്തിൽ അതും 10 തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ സെക്ഷൻ ബിയിലെ 8 ക്വസ്റ്റ്യനിൽ 8 അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 5 അറ്റൻഡ് ചെയ്താൽ മതി. ആദ്യം 2 മാർക്കായിരുന്നു, ഇപ്പോൾ 3 മാർക്ക്. അങ്ങനെ 5 × 3 15 മാർക്ക് ആക്കിയിട്ടുണ്ട്. ദെൻ സെക്ഷൻ സിയിൽ 9 ക്വസ്റ്റ്യൻസിൽ 6 അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ 9 ക്വസ്റ്റ്യൻസിൽ 5 അറ്റൻഡ് ചെയ്താൽ മതി. 5 5 മാർക്ക്, 5 × 5 25 മാർക്ക്. ഓക്കെ. സെക്ഷൻ ഡി ആണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ്, അതിൽ 3 അറ്റൻഡ് ചെയ്യേണ്ടിണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഒരു സെക്ഷനിൽ മാറ്റം വന്നിട്ടില്ല. 5 3 തന്നെയാണ് BCAയുടെ കേസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ, BSc കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഫസ്റ്റിലെ സെക്ഷനിൽ മാറ്റില്ല. സെക്കൻഡ് സെക്ഷനിൽ 5 എഴുതേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 5 4 എഴുതിയാൽ മതി. ദെൻ 8 5 8 4 എഴുതിയാൽ മതി. 5 3 എഴുതേണ്ടടുത്ത് 5 2 മാർക്കിലെ പാറ്റേണിൽ മാറ്റമുണ്ട്. 10 15 25 30 ഉള്ളത് 10 16 28 26 ഈ ഒരു രൂപത്തിൽ മാറിയിട്ടുണ്ട്. ഓക്കെ.
നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഓരോ പാറ്റേൺ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ ഏതാണെന്നുള്ളത് നോക്കണം. 2017 ആണോ 2014 ആണോ എന്നുള്ളതൊക്കെ കറക്റ്റ് നോക്കുക. ഏതാണ് നിങ്ങളുടെ അഡ്മിഷൻ നോക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ BSc ജിയോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനാണ് മാറ്റങ്ങൾ. സെയിം സെക്ഷൻ എയിൽ മാറ്റങ്ങളൊന്നുമില്ല. സെക്ഷൻ ബിയിൽ 7 ക്വസ്റ്റ്യനിൽ 7 അറ്റൻഡ് ചെയ്യുന്ന സ്ഥലത്ത് 7 5 അറ്റൻഡ് ചെയ്താൽ മതി. 12 9 ഉള്ളിടത്ത് 12 7 മതി. 4 2 ഇതിനടുത്ത് 4 2 തന്നെ. ഈ ലാസ്റ്റ് സെക്ഷൻ ഡിയിൽ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സംഭവം, ഈ ഒരു ലിസ്റ്റ് ബികോമിന്റെ വേറെയും അതുപോലെ BSc റിലേറ്റഡ് ആയിട്ടുള്ളതിനെല്ലാം വേറൊരു ലിസ്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഏതാണ് കോഴ്സ് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്കിന്റെ പാറ്റേൺ കോവിഡ് സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. SJ Tutorials Live നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സിറ്റിയോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ വിടുന്നതാണ്. ഓക്കെ.